കറണ്ട് കാശ് കൂടി ഇത് തന്നെ കേൾക്കാനുള്ളൂ. സോഷ്യൽ മീഡിയയിലേക്ക് കയറാൻ പറ്റൂല. എന്തിനാണ് ഇങ്ങനെ നടന്ന് പറയണത്? കറണ്ട് കാശ് കൂട്ടേണ്ടതാണ്. സർക്കാരിന് കാശ് വേണ്ടേ? KCBക്ക് കാശ് വേണ്ടേ? ഈ കറണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന വിചാരം ആൾക്കാരെ? വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കണതെന്ന് ചെറുപ്പം മുതൽ പഠിച്ചേക്കണല്ലേ നിങ്ങൾക്ക്? സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കണതെന്ന്? ഈ വെള്ളത്തിന് ചിലവൊന്നുമില്ല. ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണം. വെള്ളത്തിന് കാശ് വേണം. സർക്കാർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത്തറുള്ള ഒരു ബോട്ടിൽ വെള്ളത്തിന് 20 രൂപയാണ്. അറിയാലോ എന്തോരം വെള്ളം വേണം കറണ്ട് ഉണ്ടാക്കാനായിട്ട്. ഇതിനൊന്നും ചെലവില്ല എന്നാണ് വിചാരം. ഇത് കറണ്ട് കാശ് കൂട്ടി. ഇത് കറണ്ട് ഉണ്ടാക്കിയാൽ മാത്രം മതിയാ. ഈ സാധനം ഓരോ വീടുകളിലൊക്കെ എത്തിക്കണം. അതിനുള്ള ഫ്യൂൽ ചാർജ് അതൊക്കെ പ്രത്യേകം നിങ്ങളുടെ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഫ്യൂൽ ചാർജ് അടക്കം എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ വന്ന എമൗണ്ട്. ഇതൊക്കെ വെറുതെ എന്നാണ് വിചാരം. ഇത് ചിലവർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വെള്ളത്തിൽ നിന്നല്ല മിൽമേള നെയ്യിന്നാണ് കറണ്ട് ഉണ്ടാക്കണതെന്ന്. വെള്ളത്തിന് എന്താ കാശ് കുറവായിട്ടാണ് നിങ്ങൾ അങ്ങനെ പറയണത്? വെള്ളത്തിന് ഇത്രയുള്ള ഒരു ബോട്ടിലിന് 20 രൂപ കൊടുക്കണം. ശുദ്ധമായ കറണ്ട് ഉണ്ടാക്കണമെങ്കിൽ ശുദ്ധമായ വെള്ളം വേണം. അപ്പൊ അതൊക്കെ ചെലവുണ്ട്. ഇത് ചെലവില്ലാണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഡിജിറ്റലായി എല്ലാ കാര്യങ്ങളും ഡിജിറ്റലാക്കിയേക്കണോണ്ട്, സർക്കാർ ഡിജിറ്റലാക്കിയേക്കണോണ്ട് KCB ഓഫീസിൽ വെറുതെ ഇരിക്കുന്ന ജീവനക്കാരില്ല, അവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? പണിയൊന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കണം, അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. അതേപോലെ പണിയിൽ നിന്ന് വിരമിച്ചു പോയ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കണം. എന്തുമാത്രം കാശ് വേണം. അതുപോലെ സർക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണ്ട, പൊതുജനങ്ങളെ അതിൽ പെടുത്തിയിട്ടില്ല. ഈ കാശ് തരണ കാര്യത്തിൽ മാത്രം നിങ്ങൾ പെട്ടാൽ മതി. ചെലവാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് സർക്കാരിൻ്റെ ആൾക്കാരുണ്ട്, അവർ ഞങ്ങൾ ചെലവാക്കും. മനസ്സിലായി? പിന്നെ സർക്കാർ ജീവനക്കാർ, ഇതുപോലുള്ള ജീവനക്കാരുണ്ട്, അവർക്കൊക്കെ കാശ് വേണം. അപ്പൊ നിങ്ങൾ പൊതുജനം കരുതകളെന്ന് ഞാൻ പറയില്ല, ബുദ്ധിയുള്ളവരാണ്, നല്ല പ്രതികരണ ശേഷിയുള്ളവരാണ്. അപ്പൊ നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? സഹകരിക്കുക പരമാവധി സർക്കാരിനോട്. അല്ലാതെ ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി നിങ്ങൾ സർക്കാരിനോട് പ്രതിഷേധിച്ചിട്ട് നിങ്ങൾ സോളാർ വെച്ച് സ്വന്തമായിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കും. ആ കറണ്ട് സർക്കാർ വേണമെങ്കിൽ KCB ആണെങ്കിൽ മേടിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഉപയോഗിച്ച് ബാക്കി വരുന്ന കറണ്ടുകൾ KCB മേടിച്ച് കാശും തരും. പക്ഷെ തന്ന കറണ്ട് പിന്നെ തിരിച്ചു ചോദിക്കരുത്. അത് പ്രത്യേകം പറയണേ. തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ KCB 3 ഇരട്ടി അതിൽ നിന്ന് കാശ് മേടിക്കും. കാരണം നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച കറണ്ടാണ്, നിങ്ങൾ തന്ന കറണ്ടാണെന്നൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ചെലവുണ്ട്, ഞങ്ങൾക്ക് കാശ് വേണം. സർക്കാരിനും വേണം, KCBക്കും വേണം. ഇപ്പൊ തന്നെ കടത്തിലാണ്. ഇനി കൂട്ടിയാലും കടമൊന്നും മാറൂല, കട അങ്ങനെ തന്നെ നിൽക്കും. മനസ്സിലായി? അപ്പൊ എല്ലാവരും പരമാവധി എന്ത് ചെയ്യുക? സഹകരിക്കുക ഞങ്ങളോട്.